Hello friends, welcome to channel. Good afternoon, channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. നമ്മുടെ കുറേ ക്രെഡിറ്റ് കാർഡ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പറയുക, നമ്മുടെ ഇൻകം ടാക്സ് നോട്ടീസ് വരൂ, അല്ലെങ്കിൽ സിബിൽ സ്കോർ കുറയും, അങ്ങനെ കുറേ സംശയങ്ങൾ കുറേ പേർക്ക് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് മോസ്റ്റ്ലി ഒരു മിനിമം എല്ലാവരും ആൾക്കാരിലും ഒരു 2 ക്രെഡിറ്റ് കാർഡിന് മുകളിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ 2 ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ആണ്. കുറേ പേരിൽ 10ഉം 20ഉം ഒക്കെ ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ എൻ്റെ തന്നെ കുറച്ച് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി പ്രോബ്ലം ആണോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മളിതിൻ്റെ പ്രോസും കോൺസും നമ്മൾ കൺവേർട്ട് ചെയ്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് മറക്കണ്ട. രണ്ടാമത്തെ ചാനൽ നമ്മൾ തുടങ്ങിയതാണ് 𝙑𝙞𝙙𝙚 ആയിട്ട് നമ്മുടെ കുറച്ച് പ്രൊഡക്ട്സിൻ്റെയും ആയുർവേദിക് പ്രൊഡക്ട്സിൻ്റെയും ഹെൽത്ത് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്സും ഫുഡ്സിൻ്റെ ഷോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കോൺസിൻ്റെ കാര്യം പറയാം. എന്ന് വെച്ചാൽ കോൺസാണ് അധികം വരുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ടെംപ്ടേഷൻ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്ക് അത് തന്നെയാണ് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറേ ക്രെഡിറ്റ് കാർഡ് ഉള്ളപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ കയ്യിൽ കുറേ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. അതായത് നമുക്ക് ഓരോ സാധനങ്ങളുടെ ഓഫർ വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ എന്താ പറയുക, ഷോപ്പിംഗ് ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറേ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടെംപ്ടേഷൻ വരും നമുക്ക് കാർഡ് ഓവർ യൂസ് ചെയ്യാൻ. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിനായിട്ടും ചിലപ്പോൾ ഡബിൾ ട്രിപ്പിൾ കൂടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഓവർ യൂസ് ചെയ്യും. അപ്പോൾ ഓവർ യൂസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു EMI ഡെപ്റ്റിൽ വരും. അതായത് നിങ്ങൾ അറിയാം, ക്രെഡിറ്റ് കാർഡ് മോസ്റ്റ്ലി എല്ലാവരും EMI ആയിട്ട് വാങ്ങിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ EMI ആയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് 24 മാസം വരെ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒരു മാസം നമുക്ക് ഈ ഒരു EMI അടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു EMI ഡെപ്റ്റിൽ നമുക്ക് പെടും. പിന്നെ അതുപോലെ നമുക്ക് നോ കോസ്റ്റ് EMI ആണ്. നോ കോസ്റ്റ് EMI നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു നല്ല ലാഭം തരുന്ന പരിപാടിയാണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് ഒരു 3 മാസത്തിലോ 6 മാസത്തിലൊക്കെ ആണെങ്കിൽ നമുക്കിത് കഴിയുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ 24 മാസമൊക്കെ എടുക്കുമ്പോൾ നമുക്കതൊരു ലോങ് ടൈം പീരീഡിൽ വരുന്ന ഒരു ഡെപ്റ്റായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്കിതിലുണ്ട്. പിന്നെ വരുന്ന നമുക്ക് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാ കാർഡുകളും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നില്ല. അതായത് ലൈഫ് ടൈം ഫ്രീ കാർഡ് കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു മെജോറിറ്റി കാർഡുകൾക്ക് നമുക്ക് ജോയിൻ ഫീസും വരുന്നുണ്ട്, ആനുവൽ ഫീസും വരുന്നുണ്ട്. അപ്പോൾ ജോയിൻ ഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടൈം കൊടുത്താൽ മതി. പക്ഷേ ആനുവൽ ഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലം തോറും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു എക്സ്പെൻസ് ആയിട്ട് മാറും. അപ്പോൾ കുറേ കാർഡുകളുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല എമൗണ്ട് വരും. അതുപോലെ തന്നെ പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. അതായത് നിങ്ങളുടെ കയ്യിൽ കുറേ കാർഡുണ്ട്, നിങ്ങളുടെ കയ്യിൽ കുറേ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാനും കുറച്ച് പാടാണ്. അതായത് ഇപ്പോൾ ഒരു കാർഡ് മിസ്സായി കഴിഞ്ഞാൽ, ചിലപ്പോൾ അറിയാണ്ട് മിസ്സായി കഴിഞ്ഞാൽ അത് ഒരു ഫ്രോഡ് നടക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കുറേ കാർഡുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഫ്രോഡോ അല്ലെങ്കിൽ ഡാറ്റ ലീക്സ് ആവാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതായത് നമ്മൾ പറഞ്ഞു വന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കുറേ കാർഡുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഡ്യൂ ഡേറ്റ് മിസ്സാവാനുള്ള ചാൻസും കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 1-2 കാർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡ്യൂ ഡേറ്റിൻ്റെ ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ കുറേ കാർഡുകളുണ്ടെങ്കിൽ എല്ലാത്തിനും ഡിഫറെൻറ്റ് ഡേറ്റ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും. അപ്പോൾ കുറേ കാർഡെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ തന്നെ സിബിലിനെ എഫക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഇതിൻ്റെ കോൺസ് എന്ന് പറയാനുള്ളത്. പിന്നെ പ്രോസിൻ്റെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഗുണങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുപോലെ ഓഫേഴ്സ് വരുമ്പോൾ, അപ്പോൾ നിങ്ങൾക്കറിയാം കുറേ കാർഡുകൾക്കാണ് ഓഫേഴ്സ് വരും. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ വരുന്ന ഓഫേഴ്സ് ആക്സിസ് ബാങ്കിന് വരുന്നുണ്ട്, ICICI ബാങ്കിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ കാർഡുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫേഴ്സും കൊണ്ട് നമുക്കിപ്പോൾ ഒരു അത്യാവശ്യമുള്ള സാധനം വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ നമുക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് ഇപ്പോൾ കുറേ കാർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റും കൂടുതൽ കിട്ടും. അതായത് ഇപ്പോൾ ഓരോ കാർഡിൽ ഒരു ലക്ഷം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു 10-8 കാർഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു 80 ലക്ഷം ലിമിറ്റ് ടോട്ടൽ നമ്മുടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യം അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് സ്പെൻഡ് ചെയ്യാനുള്ള നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു സംഭവം ഉണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് നോക്കിക്കഴിഞ്ഞാൽ. റീപേയ്മെൻറ്റ് ചെയ്യണം എന്നാലും. പിന്നെ നമുക്ക് വരുന്നത് ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസേഷൻ ഈസി ആവും. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ സിബിൽ സ്കോറിനെ പെട്ടെന്ന് നമുക്ക് കൂട്ടാനുള്ളത് മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ ഒരു 30-40% മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്ച്വലി നമ്മുടെ സിബിൽ സ്കോർ നല്ലോണം കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർഡാണുള്ളൂ, നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡിൽ നമുക്ക് 1 lakh ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ മാസം നമുക്ക് എക്സ്പെൻസ് ചിലപ്പോൾ 60,000 ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ തന്നെ ഒരു 60% അതിൻ്റെ യൂട്ടിലൈസേഷൻ വന്നു. അപ്പോൾ ഇതിന് പകരം നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ 3 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ 3 ലക്ഷം ലിമിറ്റ് ഉണ്ട്.
നമുക്ക് 60,000 മാസം നമ്മുടെ ട്രാൻസാക്ഷൻ അതായത് നമ്മുടെ എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്ത് 3 കാർഡ് കൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ 3 കാർഡിൽ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സിവിൽ സ്കോറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കാൻ പറ്റും, ഒരു പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ആരോ വന്നിട്ടുണ്ട്, നമ്മുടെ ആമസോണാന്ന് തോന്നുന്നുണ്ട്, ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് മെയിൻ ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിന് ടാക്സ് നോട്ടീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അതിന് സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലിമിറ്റിൻ്റെ മുകളിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ്, അതായത് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അന്ന് ഫുൾ അറിയണമെങ്കിൽ നമ്മൾ ആ സെപ്പറേറ്റ് വീഡിയോ കണ്ടാൽ മതി, ഞാൻ എന്തായാലും മുകളിൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മെയിൻ എന്താ പറയുക നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു മെയിൻ സംഭവങ്ങൾ. അപ്പോൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിനോ അതായത് നമ്മൾ ഉപയോഗിക്കണതിനോ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ വൈസ്ലി യൂസ് ചെയ്യുക, അധികം എന്താ പറയുക ഓവർ യൂസ് ചെയ്യാണ്ട് യൂസ് ചെയ്യുക, കറക്റ്റ് യൂട്ടിലൈസേഷൻ നോക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലുണ്ട് 𝙑𝙤𝙬𝙬 ആയിട്ട് നമ്മൾ അതിൽ കുറച്ച് ബെനിഫിറ്റ്സ് ആയുള്ള എന്താ പറയുക വീഡിയോസ് തന്നെയാണ് നമ്മൾ അതിലും ചെയ്യുന്നത്. ഫുഡിൻ്റെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദിക്കായിട്ടുള്ള കുറച്ച് നമുക്ക് ഹെൽത്ത് പരമായിട്ടുള്ള പ്രോഡക്ട്സുകളുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തായാലും സംശയിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.